ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് എയർപോർട്ടിലാണ്. എൻ്റെ അമൃത്സർ ജമ്മു യാത്രയിലാണ്. അങ്ങനെ ബാംഗ്ലൂർ ടു അമൃത്സർ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെ അമൃത്സറിൽ ഉച്ചയാകുമ്പോഴേക്കും അമൃത്സറിലെത്തി. അപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയ വഴിക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഫേമസ് ഇതായ ആദ്യം ലസ്സി തന്നെയായിരുന്നു കുടിച്ചത്. ലസ്സി കുടിച്ച ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക, കുൽച്ച, ചണ്ണാക്കരി, അങ്ങനെ അവിടുത്തെ ഫേമസ് ഐറ്റമായിരുന്നു കഴിച്ചത്. അങ്ങനെ എല്ലാ ഒത്തൻറ്റിക് ഡിഷും ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പോയിക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ അവിടുത്തെ ഫേമസ് ഡിഷുകളാണല്ലോ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് വിട്ടിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. എപ്പോഴും ഞാൻ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഒതൻറ്റിക് ഫുഡ് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുത്തെ ആ സ്ഥലത്തെ എന്താണോ സ്പെഷ്യാലിറ്റി അത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. അത് ഫേമസ് ആണ്. ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ വാഗ ബോർഡറിലേക്കാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടി അവിടെ എല്ലാ ട്രാവലിങ്ങിനൊക്കെ ഇങ്ങനത്തെ ഒരു ഇതാണ് യൂസ് ചെയ്യണത്. ഇത് ഇലക്ട്രിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓട്ടോ ഒക്കെ യൂസ് ചെയ്യണേക്കാട്ടിലും ഈ വണ്ടിയാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ഞങ്ങളവിടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം. പക്ഷെ അവിടെ ഒരു 2 മണിക്കൂർ മുമ്പ് പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. അതിന് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ യൂഷ്വലി വാഗ ബോർഡറിലെ മാർച്ച് പാസ്റ്റും ഇതൊക്കെ തുടങ്ങണത് യൂഷ്വലി സമ്മർ ടൈമിൽ ഒരു 5:15 വിൻ്റർ ടൈമിൽ 4:15 അത്ര തുടങ്ങാറ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഇതൊക്കെ ഒരു 1.5-2 മണിക്കൂർ മുമ്പ് എത്തി. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിരിക്കുന്ന ആ സൈഡിൽ ഫുള്ളായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഐ തിങ്ക് ഒഫീഷ്യൽസും VIP ഒക്കെയാണ്. സോ എന്തായാലും പ്രോഗ്രാം ഇതൊന്നൊന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അപ്പുറത്ത് നമുക്ക് ഗേറ്റിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇത് കാണാൻ പറ്റും. അവിടെ പാകിസ്ഥാൻ്റെ ബോർഡർ, ഗേറ്റിൻ്റെ അപ്പുറത്ത് ഉള്ളത് പാകിസ്ഥാൻ ബോർഡറാണ്. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെ ഇത്. അവിടെ ആ ഗാലറിയിൽ കാണാം. അവിടെ അത്ര ആൾക്കാരില്ല. അറൗണ്ട് ഒരു 50 പീപ്പിൾ ഉണ്ടാവും. പക്ഷേ ഇന്ത്യൻ സൈഡിൽ കണ്ടില്ല, ഇത്രയും തിരക്കാണ്. അപ്പോൾ വേണ്ട ആൾക്കാർക്ക് പോയിട്ട് ഡാൻസ് ചെയ്യാം, ഒക്കെ നല്ല രസമായിരുന്നു. നിറയെ ആൾക്കാരുണ്ട്. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു. അതാണ് ആകെയുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്ന ചൂടായിരുന്നു. പ്രത്യേകിച്ച് ഓപ്പൺ പ്ലേസ് ആണെങ്കിലും കൂടി ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സമ്മർ ടൈമല്ല, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർച്ച് പാസ്റ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രോഗ്രാംസൊക്കെ തുടങ്ങി. പ്രോഗ്രാംസൊക്കെ കഴിയാറാവുമ്പോൾ ഒരു 6 o'clock ആകുമ്പോൾ കഴിയും. അപ്പം അതിന് മുൻപായിട്ട് കുറച്ച് ടൈം ആ ഗേറ്റ് ഓപ്പൺ ചെയ്യും. ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട്, ഇതാണ് ഗേറ്റ്, ഇന്ത്യ പാക് ഗേറ്റാണത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ച് ടൈം അതിൻ്റെ ഫ്ലാഗൊക്കെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഫ്ലാഗൊക്കെ ഉയർത്തി അത് കഴിഞ്ഞിട്ട് അത് താത്തനോട് കൂടിയിട്ട് ഗേറ്റ് അടയ്ക്കും ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാംസൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് അത് ലാസ്റ്റിലാണ് അത് ഉണ്ടാവുന്നത്. അതാണ് വാഗ ബോർഡറിൽ നമുക്ക് കാണാനുള്ളത്. അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് മറ്റേ സൈഡിൽ കാണാം, പാകിസ്ഥാൻ്റെ സൈഡിൽ കാണാൻ അധികം ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെ പ്രോഗ്രാംസൊക്കെ കണ്ടു. പക്ഷേ ഒന്ന് തോന്നിയത്, രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപിപ്പിക്കണ മാതിരിയുള്ള ഒരു പ്രോഗ്രാം അല്ലേ എന്ന് തോന്നാതിരുന്നില്ല. പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുക. അതെന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചേക്കണമെന്നും ഞാൻ ആലോചിക്കാതിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഫ്ലാഗ് ചോട്ടിലേക്ക് താഴ്ത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഫ്ലാഗും പാകിസ്ഥാൻ്റെ ഫ്ലാഗും എടുത്തു.
അതിനുശേഷം ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈഷ്ണോദേവി ടെമ്പിളിലേക്ക് ജമ്മുവിലേക്കുള്ള യാത്രയിലാണ്, ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സ്ഥലമാണ് എന്ന് പറയാം. ഗോതമ്പ് പാടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ വിളഞ്ഞ് കിടക്കുകയാണ്, സ്വർണ്ണ കളറിലാണ് ഇങ്ങനെ കിടക്കണത്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് വൈഷ്ണോദേവി ടെമ്പിളിൽ നടന്ന് കയറണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിനാണ് പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ഇഡ്ഡലിയൊന്നും അല്ലല്ലോ. അവിടുത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേമാതിരിയുള്ള സ്നാക്സൊക്കെയാണ്. അതെന്തൊക്കെയോ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് അവർ തരും. ഇങ്ങനെ ഉണ്ടാക്കി അതിൽ കുറച്ച് സാലഡും പിന്നെ എന്തൊക്കെയോ ഡിഫറെൻറ്റ് പുളിയും ഇതൊക്കെ ഉള്ള സ്വീറ്റുമൊക്കെ ഉള്ള കുറച്ച് ഇതൊക്കെ ഒഴിക്കും, സോസുകളൊക്കെ ഒഴിച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ജമ്മു വൈഷ്ണോദേവിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതപ്പോൾ റെഡിയായിട്ട് വന്നിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ വൈഷ്ണോദേവിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ് എടുക്കണം. അപ്പോൾ പാസ് ഞങ്ങൾ ഇത് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പാസ് കിട്ടി. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, മനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അവർ കഴിഞ്ഞ മാസം പോയിരുന്നു. അപ്പോൾ അവരാണ് നമ്മൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒക്കെ പറഞ്ഞിട്ട് എല്ലാ ഇൻഫർമേഷനും തന്നത് മനീഷ് എന്ന് പറഞ്ഞ ആളാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച് മനീഷ്. ആൻഡ് ഇപ്പം ഞങ്ങൾ അവിടുത്തെ മെയിൻ പോയിൻറ്റിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ കയറാൻ തുടങ്ങുക. അതിനു മുമ്പ് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ ആ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറാൻ തുടങ്ങി. ഇപ്പോൾ കയറാൻ തുടങ്ങി. ഇതാണ് വഴി. ഇങ്ങനെ ഈ വഴി കൂടെയാണ് നമ്മൾ നടന്ന് കയറേണ്ടത്. അപ്പോൾ ഇതിൽ ഡോളി ഉണ്ട്. ഡോളിയിൽ വേണിച്ചാൽ പോവാം നമുക്ക്. 4 ആൾ ഏറ്റിയിട്ട് കൊണ്ടുപോകും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഇത് കുട്ടികളെയൊക്കെ കൊണ്ടുപോകണ പ്രാമിൻ്റെ മാതിരിയുള്ള അങ്ങനത്തെ ഒരു വലിയ ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റണതുണ്ട്. പിന്നെ പോണി ഉണ്ട്. അപ്പം അങ്ങനെ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട് ആക്ച്വലി മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് നടന്ന് തന്നെ കയറണമായിരുന്നു. അപ്പോൾ 14 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. കയറ്റാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്നാലും നടന്ന് കയറണം എന്നുള്ള ഒരാഗ്രഹമായിരുന്നു. 14 കിലോമീറ്റർ മേലേക്കും 14 കിലോമീറ്റർ ചോട്ടിലേക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് വഴിയൊക്കെ തെറ്റി അങ്ങനെ ഒരു 30 കിലോമീറ്ററായി അപ്പ് ആൻഡ് ഡൗണ്. പക്ഷേ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എന്ന് തന്നെ പറയാം. ഒരിക്കലും എനിക്ക് എത്രയും ദൂരം ഒരേ അടിക്ക് ഞാനൊരു 10 hours അപ്പ് ആൻഡ് ഡൗണ് കയറി ഇറങ്ങിയത്. അതും ഒട്ടും റെസ്റ്റ് ഇല്ലാണ്ട്. അത് സാധിക്കുമെന്ന് തന്നെ വിചാരിച്ചതല്ല. ദേവിയുടെ അനുഗ്രഹം തന്നെ പറയാം. അപ്പോൾ ഇടയിലിടയിൽ അങ്ങനെ സ്നാക്സും അല്ലെങ്കിൽ കോഫിയും ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ വ്യൂ. ഇപ്പോൾ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ഭയങ്കര കണ്ടില്ലേ, ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാം അമ്പലം. അങ്ങനെ ഞങ്ങൾ ഒരു 11 o'clock 5:30 സ്റ്റാർട്ട് ചെയ്തു. 11 o'clock നമ്മളവിടെ എത്തി. 11 o'clock എത്തിക്കഴിഞ്ഞിട്ട് മൊബൈലും ഇതൊക്കെ ലോക്കറിൽ വെച്ച ശേഷം വീണ്ടും അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അധികം ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ദൈവത്തിൻ്റെ ഒരു സഹായം തന്നെ പറയാം. ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ പോരണ വഴിയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കാനും വെള്ളത്തിനും ഒക്കെ ഇതുണ്ട്. പക്ഷെ ഒരു 5 കിലോമീറ്റർ പോകുന്ന കഴിയുമ്പോൾ ഒറ്റയ്ക്കും തറ്റയ്ക്കുമാണ് പിന്നെ കടകളുള്ളൂ. അങ്ങനെ ഞങ്ങൾ 12 മണിയോടുകൂടി ദർശനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചോട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. 12 മണി 12:15 ആയപ്പോഴേക്കും ഞങ്ങൾ ചോട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവിടുന്ന് പ്രത്യേകിച്ച് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അമ്പലത്തിലേക്ക് മൊബൈൽ വിടില്ല എന്ന് തന്നെ. പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല അവിടെ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയി. ഇതാ ഗോൾഡൻ ടെമ്പിളിൻ്റെ വ്യൂ ആണ്. രാത്രിയിലത്തെ വ്യൂ ആണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ലൈറ്റ്സ് ഉള്ള ടൈമിലാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. ഇതാണ് അവിടുത്തെ പ്രസാദം. ഹൽവയാണ് പ്രസാദം. അവിടുത്തെ ഗോതമ്പ് ഹൽവയെന്ന് തോന്നും. നല്ല ടേസ്റ്റാണ്. ഭയങ്കര നെയ്യിലാണ് ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വായിലിടുമ്പോഴേക്കും അലിഞ്ഞു പോവും. അത്രയും ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അവിടെ ഒരേ ഒരു ഇത് നമ്മൾ തല മറച്ചിട്ട് തലയിൽ തുണിയിട്ടിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് ആണായാലും പെണ്ണുങ്ങളായാലും ഒക്കെ ലേഡീസിനും ജെൻസിനും അത് മസ്റ്റാണ്. നോട്ട് ഓൺലി ലേഡീസ് ആൻഡ് ജെൻസ് ആൻഡ് സ്മോൾ ചിൽഡ്രൻ ഓൾസോ. അപ്പോൾ എല്ലാവരും തലയിൽ കെട്ടിയിട്ടോ മറച്ചിട്ടോ ഒക്കെ വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് അവിടെ പോയപ്പോൾ കുറച്ചൊന്ന് അവരോടൊന്ന് ഞാൻ സാരി ഇട്ടിട്ട് തല ഇട്ടിരുന്നെങ്കിലും കൂടിയിട്ട് എൻ്റെ മുടി കുറച്ച് പുറത്ത് കാണാണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് അവർ എന്നോട് കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ഞാൻ ഫോട്ടോ എടുത്തത് എൻ്റെ തലയിൽ അത് കറക്റ്റായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൊബൈൽ പിടിച്ചു വാങ്ങിയിട്ട് കുറച്ച് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് വീണ്ടും എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭയങ്കരമായിട്ട് തലയൊക്കെ മൂടിയിട്ട് വേണം പോകും. ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മുടി കാണാനില്ല, അത് അവർക്ക് ഇഷ്ടമായില്ല. അതൊക്കെ മറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇതൊക്കെ ചെയ്തു. അങ്ങനെ ടെമ്പിളൊക്കെ വിസിറ്റ് കഴിഞ്ഞ് രാത്രി വന്നു, കിടന്നുറങ്ങി. അതാണ് അന്നത്തെ ദിവസം അതേപോലെ കഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഈ വ്യൂ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഗോൾഡിലാണ് അത് ഉണ്ടാക്കിയിരിക്കണത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഡ്രസ് മെറ്റീരിയൽസ് തന്നെ, കുർത്തീസും ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ്. ചീപ്പുമാണ്. പിന്നെ ഭയങ്കര ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കിട്ടും കേട്ടോ. നല്ല മെറ്റീരിയൽസ് കിട്ടും, നല്ല വർക്കൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇത് വാങ്ങാൻ മറക്കണ്ട. ഷോപ്പിംഗ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സാധനമാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ നല്ല നല്ല ചെരുപ്പുകൾ കിട്ടും, നല്ല വർക്കൊക്കെ ആയിട്ടുള്ളത്. അതൊക്കെ പഞ്ചാബി സ്റ്റൈലിലുള്ള കുർത്തീസും മെറ്റീരിയൽസും ഒക്കെ കിട്ടും. നല്ല ഇതാണ്. അപ്പോൾ ഷോപ്പിംഗ് മറക്കരുത്. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ വെക്കണം. എല്ലാ സ്ഥലത്തും ഷോപ്പിംഗ് ഉണ്ട്. അതേമാതിരി ഫുഡ്, അവിടുത്തെ ഓത്തൻറ്റിക് ഫുഡ് തന്നെ നമ്മൾ ട്രൈ ചെയ്യണം. ഇറ്റ്സ് വെരി നൈസാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി പറഞ്ഞാൽ റൈസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല, വെറും ഇത് തന്നെയായിരുന്നു കഴിച്ചത്. പിന്നെ നമ്മൾ പോയത് ജാലിയൻ വാലാബാഗിലും ഒക്കെ അത്ര ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ജാലിയൻ വാലാബാഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ ആൾക്കാർ മരിച്ചൊരു സ്ഥലമൊക്കെയാണ്. കുറേ ആൾക്കാരെ കൊന്നൊടുക്കിയ സ്ഥലമൊക്കെയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ അതിൻ്റെ ബുള്ളറ്റ് കയറിയിട്ടുള്ള ഭാഗങ്ങളും ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ബുള്ളറ്റ് തെറിച്ചിട്ടുള്ളതും അതേമാതിരി ഫയർ ആയിട്ടും ബുള്ളറ്റ് ഇത് വെടിവെച്ചിട്ടുമൊക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുള്ളൊരു അങ്ങനെയുള്ളൊരു സ്മാരകം കൂടിയാണ് ഈ ജാലിയൻ വാലാബാഗ് പറയണത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്ക് ഇന്ന് അനുഭവിക്കണ ആ സ്വാതന്ത്ര്യം കിട്ടിയത് എത്ര ഇതോട് കൂടിയിട്ടാണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കിതൊക്കെ കിട്ടിയതെന്ന്. ഈ കിണറ്റിലേക്കാണ് ഈ തീ പേടിച്ചിട്ട് ചാടി വീണെന്നൊക്കെയാണ് പറയണത്. ഇതാണ് ബുള്ളറ്റിൻ്റെ മാർക്കുകളാണിത്. അതൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് തോന്നുക. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ പാർട്ടീഷൻ മ്യൂസിയം, അവിടെ പിന്നൊന്ന് ഒരു സംഭവം കാണാനുള്ളത് അമൃത്സറിൽ പാർട്ടീഷൻ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായിട്ട് പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കുറേ ആൾക്കാർ പാകിസ്ഥാനിൽ വിട്ടുപോയി. റിലേറ്റീവ്സ് പാകിസ്ഥാനിൽ കുറേ ആൾക്കാർ ഇവിടെ അമൃത്സറിലും ഒക്കെ പെട്ടുപോയിട്ട് അവിടുന്ന് അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതൊക്കെയാണ് ഈ പാർട്ടീഷൻ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അത്രയും ആൾക്കാർ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ